Good morning. Module 4 last section. Some extensions of limit concepts. Functions in the limit ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ലിമിറ്റ് എന്താണ് എന്നുള്ള ഡെഫിനേഷൻ കണ്ടു. ലിമിറ്റ് കമ്പ്യൂട്ട് ചെയ്യാനുള്ള പല മെത്തേഡ്സിലൂടെ നമ്മൾ ഫംഗ്ഷൻസിന്റെ ലിമിറ്റ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം അറ്റ് എ പോയിന്റ് എന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ കഴിഞ്ഞ സെക്ഷനിൽ കണ്ടു. ഇനി ലിമിറ്റിന്റെ കൺസെപ്റ്റിന്റെ ഒരു പെർട്ടിക്കുലർ എക്സ്റ്റൻഷൻ ആണ് നമ്മൾ ഈ സെക്ഷനിൽ കാണാൻ പോകുന്നത്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഡെഫിനിഷൻ പറയുന്നത് എന്താണ്? അറ്റ് എ പോയിന്റ് സി ഫംഗ്ഷൻ എഫിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ സിയുടെ നെയ്ബർഹുഡിലുള്ള ഏത് എക്സ് എടുത്താലും കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എൽ എന്നുള്ള ഒരു പോയിന്റിന്റെ എപ്സലോൺ നെയ്ബർഹുഡിലാണെങ്കിൽ സി എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എല്ലിലേക്ക് കൺവേർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫംഗ്ഷന്റെ ലിമിറ്റ് എൽ ആണ് എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. സിയുടെ നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ ഏത് ഏരിയ ആണ് വരുന്നത്? സിയുടെ ഡെൽറ്റ നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ സി മൈനസ് ഡെൽറ്റ മുതൽ സി പ്ലസ് ഡെൽറ്റ വരെ. അപ്പൊ സിയുടെ ലെഫ്റ്റ് സൈഡിലേക്കും ഉണ്ട്, റൈറ്റ് സൈഡിലേക്കും ഉണ്ട് അല്ലെ. ഈ രണ്ട് സൈഡിലുമുള്ള മുഴുവൻ പോയിന്റ്സും പരിഗണിച്ചിട്ടാണ് നമ്മൾ സിയുടെ നെയ്ബർഹുഡിൽ ഒരു എക്സ് എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ ബിഹേവിയർ എന്നുള്ളത് പറയുന്നത്. ചില കേസിൽ സിയുടെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഫംഗ്ഷൻ ഒരു ബിഹേവിയർ ആയിരിക്കും, സിയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വേറൊരു ബിഹേവിയറും ആയിരിക്കും. പക്ഷെ ആ രണ്ട് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രം നോക്കിയാൽ അവിടെ നമുക്ക് ഒരു ലിമിറ്റിംഗ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്, ഒരു കണ്ടിന്യൂറ്റി അവിടെയുണ്ട്, ഒരു ലിമിറ്റിംഗ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് എന്നൊരു കേസ് ആയിരിക്കാം. ചിലപ്പോൾ ലെഫ്റ്റിലും അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷെ ഇത് രണ്ടും ഈക്വൽ അല്ല എന്നുള്ളത് കൊണ്ടാവാം സിക്ക് അറ്റ് ദ പോയിന്റ് സി ഫംഗ്ഷന് ലിമിറ്റ് ഇല്ലാതെ വരുന്നത്. ഇങ്ങനെയുള്ള സ്പെഷ്യൽ കേസുകൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ലിമിറ്റിന്റെ ഒരു എക്സ്റ്റൻഷൻ കൊണ്ടുവരുന്നത്. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും, അങ്ങനെ രണ്ട് കൺസെപ്റ്റ്സ് ആണ്. കൺസെപ്റ്റ് ഞാൻ ആദ്യം ഡിഫൈൻ ചെയ്യാം, എന്നിട്ട് എക്സാമ്പിൾസിലേക്ക് കടക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ ഡിഫറൻസ് എന്നുള്ളത് മനസ്സിലാവും. സി എന്നുള്ള പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ലിമിറ്റ്, റൈറ്റ് സൈഡിൽ ഒരു ലിമിറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക, പക്ഷെ ഒറിജിനൽ ലിമിറ്റ് ഇല്ലാതിരിക്കുക. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് എക്സാമ്പിൾസിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ആദ്യം നമുക്ക് ലെഫ്റ്റ് ലിമിറ്റിന്റെയും റൈറ്റ് ലിമിറ്റിന്റെയും ഡെഫിനിഷൻ നോക്കാം. മോഡ്യൂൾ 4 ലാസ്റ്റ് സെക്ഷൻ ആണ് എക്സ്റ്റൻഷൻസ് ഓഫ് ലിമിറ്റ് കൺസെപ്റ്റ്സ്. ഫംഗ്ഷന് വൺ സൈഡ് ലിമിറ്റ് ഉണ്ടാവുക, ഫംഗ്ഷന് അറ്റ് ദ പോയിന്റ് സി ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോ നല്ലൊരു ബിഹേവിയർ ഉണ്ട്, പക്ഷെ ഫുൾ നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല എന്നുള്ള കേസിലാണ് നമ്മൾ വൺ സൈഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അങ്ങനെ വൺ സൈഡ് വരുന്ന സ്ഥലത്താണ് നമ്മൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഡിഫൈൻ ചെയ്യുന്നത്. ഡെഫിനിഷൻ എങ്ങനെയാണ്? If C element of R is a cluster point of the set A intersection C infinity, open interval C infinity എന്ന് പറഞ്ഞാൽ സിയുടെ റൈറ്റ് സൈഡിലേക്ക് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. സിയുടെ റൈറ്റ് സൈഡിലേക്ക് മാത്രം നോക്കുമ്പോൾ സി ഒരു ക്ലസ്റ്റർ പോയിന്റ് ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് നമ്മൾ നോക്കുന്നതേ ഇല്ല. സി മുതൽ മുൻപോട്ട്, സിയിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് നോക്കുന്നത്. എ ഇന്റർസെക്ഷൻ സി ഇൻഫിനിറ്റി. എ ഇന്റർസെക്ഷൻ സി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ set of all x element of A such that x is greater than C. Then we say that L element of R is a right hand limit of f at C, and we write limit extending to C plus f equal to L. സാധാരണ നമ്മൾ എഴുതുന്നത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എന്നാണ് അല്ലെ. ഇത് റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എന്ന് ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ എഴുതുക ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു എൽ. ലിമിറ്റിൽ തന്നെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ എഫ് മാത്രം എഴുതാമെന്ന് പറഞ്ഞു അല്ലെ. അത് റൈറ്റ് ലിമിറ്റിന്റെ കേസിലും അത് ട്രൂ ആണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്നും നമുക്ക് പറയാം. രണ്ടും ഈക്വലന്റ് ആണ്. ഇഫ് ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, there exists a delta equal to delta of epsilon. അതായത് എപ്സിലോണിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഡെൽറ്റയുടെ വാല്യൂ നിൽക്കുന്നത് എന്നുള്ളതാണ് ഡെൽറ്റ ഓഫ് എപ്സിലോൺ എന്നുള്ള നൊട്ടേഷൻ. സച്ച് ദാറ്റ് ഫോർ എവറി എക്സ് എലമെന്റ് ഓഫ് എ 0 ലെസ് ദാൻ എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ഇസ് ലെസ് ദാൻ എപ്സിലോൺ. ഓക്കെ, അപ്പൊ ലിമിറ്റിന്റെ ഡെഫിനിഷനിൽ ഇവിടെ എന്താ വ്യത്യാസം? അവിടെയും നമുക്ക് ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഡെൽറ്റ കണ്ടുപിടിക്കണം. 0 ലെസ് ദാൻ എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ, ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അല്ലെ. എവിടെയാണ് ഇവിടെ ഡിഫറൻസ് വന്നിരിക്കുന്നത്?
മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് ലെസ് ദാൻ സി ആണെങ്കിൽ എക്സ് മൈനസ് സിയുടെ വാല്യൂ നെഗറ്റീവ് ആവും അല്ലെ? അപ്പൊ അത് സീറോവിനേക്കാൾ താഴെ പോകും. നേരത്തെ നമുക്ക് ലിമിറ്റിന്റെ ഡെഫിനിഷനിൽ സിയിൽ താഴെയുള്ള പോയിന്റ്സ് വേണമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മോഡ് എക്സ് മൈനസ് സി എന്ന് എടുത്തിരുന്നത്. ഇവിടെ നമ്മൾ സിയുടെ മുകളിലേക്കുള്ള റൈറ്റ് ഹാൻഡ് സൈഡിലേക്കുള്ള പോയിന്റ്സിൽ മാത്രമാണ് ഇൻട്രസ്റ്റഡ്. അപ്പൊ ഇവിടെ മാത്രമാണ് നമുക്ക് ആ ഡിഫറൻസ് വരുന്നത്. മോഡ് എക്സ് മൈനസ് സിക്ക് പകരം എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ സാറ്റിസ്ഫൈഡ് ആവുന്ന എക്സുകൾ മാത്രം എടുക്കുന്നു. ആ എക്സുകൾക്ക് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ, എല്ലിനെ ഫംഗ്ഷന് ലെഫ്റ്റ് സൈഡിൽ നിന്നോ റൈറ്റ് സൈഡിൽ നിന്നോ രണ്ട് സൈഡിൽ നിന്നോ അപ്രോച്ച് ചെയ്യാം. അവിടെ നമ്മൾ ഒരു ഡിഫറൻസും വരുത്തിയിട്ടില്ല. സിയുടെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് മാത്രമേ നോക്കുന്നുള്ളൂ എന്നുള്ളത് മാത്രമാണ് ഡിഫറൻസ്. അപ്പം ഇവിടെ മോഡുലസ് ആവശ്യമില്ല. എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്നാണ് കണ്ടീഷൻ. പക്ഷെ എഫ് ഓഫ് എക്സ് മൈനസ് എല്ലിന്റെ കേസിൽ വരുമ്പോൾ മോഡുലസ് വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ആയാൽ മതി. എഫ് ഓഫ് എക്സിന് എല്ലിന്റെ താഴെ പോവാം, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ. ഇപ്പൊ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണെങ്കിൽ ദ ഓൺലി ഡിഫറൻസ് ഇസ് മോഡ് എക്സ് മൈനസ് സിക്ക് പകരം സീറോ ലെസ് ദാൻ എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്നാണ് നമ്മൾ പറയുന്നത്. ഇതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന റേഞ്ച് എവിടെയായിരിക്കും? എ ഇന്റർസെക്ഷൻ മൈനസ് ഇൻഫിനിറ്റി സി. സിയുടെ താഴോട്ടുള്ള പോർഷൻ ആണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത്. സിയുടെ താഴോട്ടുള്ള പോർഷൻ മാത്രം ആണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ സെറ്റ് എന്ത് വരും? എക്സ് എലമെന്റ് ഓഫ് എ സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ സി. ഈ സെറ്റിനുള്ളിലാണ് നമ്മൾ നോക്കുന്നത്. അവിടെ ലിമിറ്റ് എഴുതുമ്പോൾ നേരത്തെ നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി പ്ലസ് എന്ന് എഴുതി അല്ലെ? ഇവിടെ നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി മൈനസ് എന്നുള്ള നൊട്ടേഷൻ ആണ് ഉപയോഗിക്കുക. എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ എഫ് എന്ന് എഴുതാം. ഈക്വൽ ടു എൽ എന്ന് പറയണമെങ്കിൽ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഈക്വൽ ടു ഡെൽറ്റ ഓഫ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ സച്ച് ദാറ്റ് ഫോർ എവറി എക്സ് എലമെന്റ് ഓഫ് എ വിത്ത് സീറോ ലെസ് ദാൻ സി മൈനസ് എക്സ് ലെസ് ദാൻ ഡെൽറ്റ. നേരത്തെ ഏതായിരുന്നു? എക്സ് മൈനസ് സി ആയിരുന്നു അല്ലെ? ഇവിടെ നമ്മൾ എഴുതുന്നത് സി മൈനസ് എക്സ് ആണ്. അതായത് സിന് താഴേക്ക് ഡെൽറ്റ ദൂരം വരെയുള്ള കിടക്കുന്ന വിധത്തിലുള്ള എക്സുകൾ. ഇവിടെയാണ് ആ ഡിഫറൻസ് വരിക. എക്സ് മൈനസ് സിക്ക് പകരം ഇവിടെ സി മൈനസ് എക്സ് ലെസ് ദാൻ ഡെൽറ്റ. ദെൻ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ഓക്കെ, ഇപ്പൊ ഒരു ഫംഗ്ഷന്റെ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും നമ്മളിപ്പോ പറഞ്ഞു. അപ്പൊ ആ ഡെഫിനിഷനുള്ള വ്യത്യാസം എന്താണെന്നും കണ്ടു. ഒരിടത്ത് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ, മറ്റിടത്ത് സി മൈനസ് എക്സ് ലെസ് ദാൻ ഡെൽറ്റ. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്നായിട്ട് മാറും അല്ലെ? എക്സ് മൈനസ് സി ഡെൽറ്റയേക്കാൾ ചെറുതാവണം, സി മൈനസ് എക്സും ഡെൽറ്റയേക്കാൾ ചെറുതാവണം. ആ രണ്ട് കണ്ടീഷൻസും കൂടി നമ്മൾ എടുത്താൽ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയുന്ന നമ്മുടെ ഒറിജിനൽ ഡെഫിനിഷനിലേക്ക് തന്നെ എത്തും. അപ്പൊ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് എൽ തന്നെയാണ് എങ്കിൽ നമ്മൾ എവിടേക്ക് എത്തി? ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള നമ്മുടെ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചെത്തും. ഓക്കെ, അപ്പൊ ഇത് ലിമിറ്റിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. ലെഫ്റ്റ് ലിമിറ്റ്, റൈറ്റ് ലിമിറ്റ് എന്ന് നമ്മൾ രണ്ട് തരം ലിമിറ്റ് പറയുന്നു. ഈ രണ്ട് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുകയും രണ്ട് ലിമിറ്റും ഈക്വൽ ടു എൽ ആവുകയും. ഇപ്പൊ ഇവിടെ എല്ലും ഇവിടെ വേറെ എൽ ഡാഷും കിട്ടിയിട്ട് നമുക്ക് കാര്യമുണ്ടോ? അങ്ങനെ കിട്ടിയാൽ ഓക്കെ, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ആയിട്ട് അവർക്ക് നിൽക്കാം, പക്ഷെ അത് ഫംഗ്ഷന്റെ ലിമിറ്റ് ആവില്ല. ഓക്കെ, അപ്പൊ ഈ കൺസെപ്റ്റ് നമുക്ക് എന്തിനും ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു, അത് 10 ആണ് എന്ന് കാണിക്കുന്നു. റൈറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു, അത് 5 ആണ് എന്നും കിട്ടുന്നു. അങ്ങനെ വന്നാൽ നമുക്ക് അതിന്റെ എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? ഫംഗ്ഷന് ആ പോയിന്റിൽ ലിമിറ്റ് ഇല്ല എന്ന് കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ലിമിറ്റ് ഇല്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഡിഫറെന്റ് ആണ് എന്ന് കാണിച്ചാൽ മതി. അതുപോലെ തന്നെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ എന്ത് മതി? ലെഫ്റ്റ് ലിമിറ്റ് കണ്ടുപിടിക്കുക, അത് എൽ ആണ്. റൈറ്റ് ലിമിറ്റ് കണ്ടുപിടിക്കുന്നു, അതും എൽ ആണ്. ഇത് രണ്ടും കിട്ടിയാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? ഫംഗ്ഷന്റെ ലിമിറ്റ് എൽ ആണ് എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടിയാണ് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് എക്സ്റ്റൻഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതില് ഏതെങ്കിലും ഒരു ലിമിറ്റേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ നമ്മൾ ആ ലിമിറ്റിനെ വൺ സൈഡ് ലിമിറ്റ് ഓഫ് എഫ് അറ്റ് സി എന്ന് പറയും. ലെഫ്റ്റ് ലിമിറ്റ് ആയിരിക്കാം, റൈറ്റ് ലിമിറ്റ് ആയിരിക്കാം, ഒരു ലിമിറ്റ് അതാണ് ഉള്ളതെങ്കിൽ അത് വൺ സൈഡ് ലിമിറ്റ് എന്ന് പറയും. ഈ രണ്ട് ലിമിറ്റ്സിനെയും ചേർത്ത് നമ്മൾ വൺ സൈഡ് ലിമിറ്റ്സ് ഓഫ് എഫ് എന്ന് പറയും. ഈ വൺ സൈഡ് ലിമിറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുകയും ഈക്വൽ ആവുകയും ചെയ്താൽ ഫംഗ്ഷന് ആ പോയിന്റിൽ ലിമിറ്റ് ഉണ്ട്. എക്സിസ്റ്റ് ചെയ്യുകയും ഡിഫറെന്റ് ആവുകയും ചെയ്താൽ ഫംഗ്ഷന് ആ പോയിന്റിൽ ലിമിറ്റ് ഇല്ല.
ഏതെങ്കിലും ഒരു ലിമിറ്റ്, ലെഫ്റ്റ് ലിമിറ്റോ റൈറ്റ് ലിമിറ്റോ ഏതെങ്കിലും ഒരെണ്ണം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വന്നാലും ഫംഗ്ഷന് ലിമിറ്റ് ഇല്ല. അപ്പൊ ലിമിറ്റ് വേണമെങ്കിൽ എന്താ വേണ്ടത്? രണ്ടും എക്സിസ്റ്റ് ചെയ്യണം, ഈക്വലും ആവണം. ലിമിറ്റ് എന്നുള്ള കൺസെപ്റ്റ് സ്ട്രോങ്ങർ ആണ്. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്, ഒരു വീക്കർ എക്സ്റ്റൻഷൻ ആണ്. ഓക്കെ, ഒരു സൈഡിൽ ശരിയായാൽ മതി എന്നുള്ള കൺസെപ്റ്റ് ആണത്. ഓക്കെ, ലിമിറ്റിനുള്ള അതേ തിയറം തന്നെ നമുക്ക് ഇവിടെ റൈറ്റ് ലിമിറ്റിനും ലെഫ്റ്റ് ലിമിറ്റിനും സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. ലിമിറ്റിൽ നമ്മൾ കണ്ടിരുന്നു, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഈക്വൽ ടു എൽ ആവണമെങ്കിൽ സിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് എക്സ് എൻ എടുത്താൽ എഫ് ഓഫ് എക്സ് എൻ എല്ലിലേക്ക് കൺവേർജ് ചെയ്യണം എന്ന് നമ്മൾ തിയറം പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ തിയറം യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലംസും ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ ലിമിറ്റ് എല്ലാം എന്ന് കാണിക്കാനായിട്ട് നമ്മൾ സീക്വൻസ് എക്സ് എൻ സിയിലേക്ക് കൺവേർജ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് എൻ ഏത് പോയിന്റിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത് എന്നായിരുന്നു നോക്കിയിരുന്നത്. ഇവിടെ എന്താ ഡിഫറൻസ്? നമ്മൾ ലെഫ്റ്റ് ലിമിറ്റ് അല്ലെങ്കിൽ റൈറ്റ് ലിമിറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഫംഗ്ഷൻ എക്സ് എൻ സിനെ അപ്രോച്ച് ചെയ്യുന്ന സൈഡ് അതിനനുസരിച്ച് മാറും. ഫോർ എക്സാമ്പിൾ, ഈ തിയറത്തിൽ നമ്മൾ പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി പ്ലസ് എഫ് എൽ ആവണമെങ്കിൽ എന്നാണ്. അപ്പൊ സിയുടെ മുകളിലുള്ള ടേംസ് മാത്രമാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത്, അല്ലെ? മുകളിലുള്ള എക്സ് വാല്യൂസ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ സീക്വൻസ് എക്സ് എൻ എവിടെ ആയിരിക്കണം? എക്സ് എന്നിലെ എല്ലാ ടേംസും സിനേക്കാൾ വലുതായിരിക്കണം. വേറെ ആ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ ഒരു ഡിഫറൻസും വരുന്നില്ല. ഫോർ എവറി സീക്വൻസ് എക്സ് എൻ ദാറ്റ് കൺവേർജസ് ടു സി സച്ച് ദാറ്റ് എക്സ് എൻ എലമെന്റ് ഓഫ് എ, ഇതുവരെ നമുക്ക് നേരത്തെ ഉള്ളതാണ്. ഇവിടെ വരുന്ന അഡീഷണൽ കണ്ടീഷൻ എന്താണ്? ആൻഡ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ സി ഫോർ എവറി എൻ എലമെന്റ് ഓഫ് എൻ, then the sequence f of xn converges to L. ഇതിന് നമുക്ക് സെപ്പറേറ്റ് ഒരു പ്രൂഫ് ആവശ്യമില്ല. ലെഫ്റ്റ് ലിമിറ്റ് ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന എക്സ് എന്നുള്ള സീക്വൻസ്, സോറി റൈറ്റ് ലിമിറ്റ് പ്ലസ് ആവുമ്പോൾ റൈറ്റ് ലിമിറ്റ് ആയതുകൊണ്ട് റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന സീക്വൻസുകളെ കൺസിഡർ ചെയ്യണ്ടു എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന് സെപ്പറേറ്റ് ഒരു പ്രൂഫ് ഇല്ല. നേരത്തെ തിയറത്തിന്റെ സെയിം പ്രൂഫ് തന്നെ ഇവിടെയും വാലിഡ് ആണ്. ദ ഓൺലി ഡിഫറൻസസ് ഇവിടെ സീക്വൻസ് എക്സ് എൻ സിയുടെ റൈറ്റ് സൈഡിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് എക്സ് എൻ ഗ്രേറ്റർ ദാൻ സി എന്നുള്ള കണ്ടീഷൻ ഉണ്ടാവും. ഇതിന്റെ അനലോഗസ് ആയിട്ടുള്ള തിയറം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിനും പറയാം. അതായത് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ടെക്സ്റ്റിൽ തന്നിട്ടില്ല, അതിൽ എന്താ വരിക? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി മൈനസ് എഫ് ഈക്വൽ ടു എൽ എന്നാണെങ്കിൽ അപ്പൊ ഇവിടെ എന്താ ഡിഫറൻസ് വരിക? എക്സ് എൻ ഗ്രേറ്റർ ദാൻ സിക്ക് പകരം എക്സ് എൻ ലെസ് ദാൻ സി എന്ന് വരും. വേറെ യാതൊരു ഡിഫറൻസും ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ലെഫ്റ്റ് ലിമിറ്റിനും റൈറ്റ് ലിമിറ്റിനും ലിമിറ്റിനുള്ള അതേ തിയറത്തിന്റെ അനലോഗസ് തിയറംസ് ട്രൂ ആണ്. അടുത്ത ഈ തിയറം പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ അത് കൺസോൾഡേറ്റ് ചെയ്ത് തിയറം ആയിട്ട് എഴുതിയിരിക്കുകയാണ്. എ സബ്സെറ്റ് ഓഫ് ആർ എഫ് ഫ്രം എ ടു ആർ സി എലമെന്റ് ഓഫ് ആർ ഇസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് ബോത്ത് എ ഇന്റർസെക്ഷൻ സി ഇൻഫിനിറ്റി ആൻഡ് എ ഇന്റർസെക്ഷൻ മൈനസ് ഇൻഫിനിറ്റി സി. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നോക്കിയാലും സി ക്ലസ്റ്റർ പോയിന്റ് ആണ്, രണ്ട് സൈഡിന്റെയും ക്ലസ്റ്റർ പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ സി എന്നുള്ള പോയിന്റിൽ ലിമിറ്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണമെന്നാണ് നമ്മൾ പറഞ്ഞത്? റൈറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, രണ്ടും എല്ലിനോട് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് ആ പോയിന്റിൽ ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം. അതിന്റെ റീസൺ നമ്മൾ നേരത്തെ പറഞ്ഞു. മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്നുള്ളതാണ് നമുക്ക് ലിമിറ്റ് എഫ് ഈക്വൽ ടു എൽ ആവാനുള്ള കണ്ടീഷൻ. മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആവണമെങ്കിൽ എന്ത് വേണം? ഒന്നുകിൽ എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആവണം, അല്ലെങ്കിൽ സി മൈനസ് എക്സ് ലെസ് ദാൻ ഡെൽറ്റ ആവണം. എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്നുള്ളതാണ് ഇത്, സി മൈനസ് എക്സ് ലെസ് ദാൻ ഡെൽറ്റ എന്നുള്ളതാണ് രണ്ടാമത്തേത്. അപ്പൊ ഇത് ട്രൂ ആവണമെങ്കിൽ ഇത് രണ്ടും ട്രൂ ആയിരിക്കണം, അത് ഈക്വൽ ടു എൽ ആയിരിക്കുകയും വേണം. ഓക്കെ, ഇനി ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പ്രോബ്ലംസിന്റെ തന്നെ വീണ്ടും ഒരു റിപ്പീറ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു മോഡിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എൻ. ഇത് ഏത് ഫംഗ്ഷൻ ആണ്? സൈൻ ഫംഗ്ഷൻ. നേരത്തെ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇത് ഡിഫൈൻ ചെയ്തിരുന്നു. എസ് ജി എൻ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, സൈൻ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: സൈൻ ഓഫ് എക്സ് ഈക്വൽ ടു 1 if x greater than 0, 0 if x equal to 0, and -1 if x less than 0. ഇങ്ങനെയാണ് നമ്മൾ സൈൻ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തത്. ആസ് x tends to 0, f of x ന് ലിമിറ്റ് ഇല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. ഇത് അവിടെ നമ്മൾ എങ്ങനെയാ ചെയ്തത്? f of x ന് ലിമിറ്റ് ഇല്ല എന്ന് കാണിക്കാനായിട്ട് 1/n എന്നുള്ള സീക്വൻസ് 0 എന്നുള്ള പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നതാണ്. 1/n കൺവേർജസ് ടു 0. ഈ 1/n-ലൊക്കെ സൈൻ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 1/n പോസിറ്റീവ് ആയതുകൊണ്ട് സൈൻ ഫംഗ്ഷന്റെ വാല്യൂ അവിടെ 1 ആണ്.
അപ്പൊ f(1/n) എന്നുള്ളത് കൺവേർജ് ചെയ്യുന്നത് 1ലേക്കാണ്. f(1/n) എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് സീക്വൻസ് 1 1 1 1 എക്സെട്ര ആണ്. അത് 1/n അത് 1ലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. അതേപോലെ -1/n എന്നുള്ള സീക്വൻസ് എടുത്താൽ അതും 0ലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. പക്ഷേ f(-1/n) വാല്യൂ എന്താ വരിക? -1/n നെഗറ്റീവ് ആയതുകൊണ്ട് f(-1/n) വാല്യൂ എപ്പോഴും -1 ആയിരിക്കും. അപ്പൊ f(-1) എന്ന് പറഞ്ഞാൽ f(-1/n) എന്ന് പറഞ്ഞാൽ അത് കോൺസ്റ്റന്റ് സീക്വൻസ് -1 ആണ്. അതുകൊണ്ട് അത് -1ലേക്ക് കൺവേർജ് ചെയ്യും. അപ്പൊ എനിക്ക് 0ലേക്ക് കൺവേർജ് ചെയ്യുന്ന രണ്ട് സീക്വൻസുകൾ xn ഉം yn ഉം കിട്ടി. f(xn) 1ലേക്കും f(yn) -1ലേക്കുമാണ് കൺവേർജ് ചെയ്യുന്നത്. അതുകൊണ്ട് 0 എന്നുള്ള പോയിന്റിൽ ഈ ഫംഗ്ഷന് ലിമിറ്റ് ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയേനെ അല്ലെ. ഇത് രണ്ടും നോട്ട് ഈക്വൽ ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ഫംഗ്ഷന് ലിമിറ്റ് ഇല്ല എന്നാണ് നമ്മൾ അവിടെ പ്രൂവ് ചെയ്തത്, സീക്വൻസിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്ത്. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റിന്റെ കൺസെപ്റ്റും ഇവിടെ കൊണ്ടുവരാം. ആക്ച്വലി നമ്മൾ അവിടെ അപ്പൊ നമ്മൾ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് എന്ന് പഠിച്ചിട്ടില്ല അല്ലെ. അതുകൊണ്ട് ഇങ്ങനെ രണ്ട് ഡിഫറെന്റ് സീക്വൻസുകൾ എടുക്കുകയാണ് ചെയ്തത്. ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? 1/n എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് 0നെ അപ്രോച്ച് ചെയ്യുന്ന റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് 0നെ അപ്രോച്ച് ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ റൈറ്റ് ലിമിറ്റ് 1 ആണ്. 0നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ഏത് സീക്വൻസ് അപ്രോച്ച് ചെയ്താലും ശരി, 0ന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 ആണ് അല്ലെ. ആ സീക്വൻസിലെ എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷന്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഏത് സീക്വൻസ് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് എടുത്താലും അത് അതിന്റെ കറസ്പോണ്ടിങ് f(x) എന്ന് പറയുന്ന കോൺസ്റ്റന്റ് സീക്വൻസ് 1 ആയിരിക്കും. അപ്പൊ ഇതിന് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഉണ്ട്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 1 ആണ്. ഇനി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുന്നു. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 0 എന്നുള്ള പോയിന്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ 0ന്റെ താഴെ നിന്ന് 0ലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ് നമ്മൾ അവിടെ എടുക്കേണ്ടത്. 0ന്റെ താഴെ നിന്ന് 0നെ അപ്രോച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ താഴേന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എന്തായാലും ആ ടേംസ് ഒക്കെ നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആയിരിക്കുമ്പോൾ അവിടെയൊക്കെ സൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നതിന്റെ വാല്യൂ എത്രയാ? -1 ആണ് വരിക. അപ്പൊ നിങ്ങൾ താഴേന്ന് അപ്രോച്ച് ചെയ്യുന്ന ഏത് സീക്വൻസ് എടുത്താലും ശരി, കറസ്പോണ്ടിങ് ഫംഗ്ഷൻ വാല്യൂവിന്റെ സീക്വൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് സീക്വൻസ് -1 ആയിരിക്കും. അപ്പൊ അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് -1 ആണ്. അതാണ് നമ്മൾ ഇവിടെ നേരത്തെയും നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് അങ്ങനെയും പ്രൂവ് ചെയ്യാം. ഈ സീക്വൻസിന്റെ പർട്ടിക്കുലർ സീക്വൻസ് എടുക്കേണ്ട ആവശ്യമില്ല. ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന ഏത് സീക്വൻസ് എടുത്താലും അതിന്റെ ലിമിറ്റ് 1 ആയതുകൊണ്ട് ഫംഗ്ഷന്റെ റൈറ്റ്, അത് ഞാൻ എപ്പോഴും തെറ്റിക്കുന്നത്, റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന ഏത് സീക്വൻസ് എടുത്താലും ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. അതുകൊണ്ട് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 1 ആണ്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ എപ്പോഴും -1 ആണ്. അതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് -1 ആണ്. റൈറ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു ലെഫ്റ്റ് ലിമിറ്റ് ആയതുകൊണ്ട് 0യിൽ ഫംഗ്ഷന് ലിമിറ്റ് ഇല്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആ സെയിം പ്രോബ്ലം ഇവിടെ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് ലിമിറ്റ് ഇസ് -1 ആൻഡ് റൈറ്റ് ലിമിറ്റ് ഇസ് 1. Since the limits are different, it follows that f(x) is not having a limit at the point x equal to 0. Okay. ഇനി അടുത്തൊരു എക്സാമ്പിൾ. ഈ കേസിൽ നമുക്ക് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും രണ്ടും ഉണ്ടായിരുന്നു, പക്ഷെ ഡിഫറെന്റ് ആയിപ്പോയി. അതുകൊണ്ടാണ് ആ പോയിന്റിൽ ലിമിറ്റ് വരാത്തത് അല്ലെ. ഇനി അടുത്ത് നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. എന്റെ ഫംഗ്ഷൻ g(x) ഈക്വൽ ടു e⁻1/x. ഇതാണ് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഫംഗ്ഷൻ. e⁻1/x എന്നുള്ള ഫംഗ്ഷന്റെ ഗ്രാഫ് ആണിത് കേട്ടോ. g(x) ഈക്വൽ ടു e⁻1/x സ്കെച്ച് ചെയ്തിരിക്കുകയാണ്. എക്സ് 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂവിന് എന്താ വരുന്നത് എന്നുള്ളത് ഈ ഫിഗറിൽ നിന്ന് ക്ലിയർ ആണ് അല്ലെ. ഇത് എക്സ് ആക്സിസ്, ഈ ഡോട്ടഡ് ലൈൻ x ഈക്വൽ ടു 1 എന്നുള്ള പോയിന്റ് ആണ്. ഇത് എക്സ് ആക്സിസ്, ഇത് y ആക്സിസ്. ഫംഗ്ഷന്റെ വാല്യൂ എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. എന്നിട്ട് 0നെ അപ്രോച്ച് ചെയ്യുമ്പോൾ e⁻1/x എങ്ങടാ പോണേ? എക്സ് പോസിറ്റീവ് സൈഡിൽ നിന്ന് 0നെ അപ്രോച്ച് ചെയ്ത് വരുമ്പോൾ ഫംഗ്ഷൻ എങ്ങടാ പോണേ? ഇങ്ങനെ മുകളിലേക്ക് പോവുകയാണ് അല്ലെ. ഈ ആക്സിസുമായിട്ട് പാരലായിട്ട് പോവുകയാണ്. അത് അങ്ങോട്ട് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷന് ലിമിറ്റ് ഇല്ല. അതേസമയം എക്സ് റൈറ്റ് സൈഡിൽ നിന്ന് 0നെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഫംഗ്ഷൻ എന്താ സംഭവിക്കണേ? റൈറ്റ് സൈഡിൽ നിന്ന് ഫംഗ്ഷൻ ഇങ്ങോട്ട് വന്ന് ഫംഗ്ഷനും 0ന്റെ അടുത്തേക്ക് പോവുകയാണ് അല്ലെ. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഫംഗ്ഷന്റെ ലിമിറ്റ് 0 ആണ്.
റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഫംഗ്ഷന് ലിമിറ്റ് ഇല്ല, അത് ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷന് ലിമിറ്റ് ഇല്ല. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, രണ്ട് ബ്രാഞ്ച് ആണ് വരുന്നത്. 0 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷന് ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്, അതുകൊണ്ടാണ് അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തത്. ഇതിപ്പോ നമ്മൾ ഫിഗറിൽ നിന്ന് പറഞ്ഞതാണ്, ഇത് നമുക്ക് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞാൽ, ടി പോസിറ്റീവ് ആണെങ്കിൽ we know that 0 less than t less than e raised to t. t പോസിറ്റീവ് ആണെങ്കിൽ e raised to t എപ്പോഴും t-നേക്കാൾ വലുതായിരിക്കും, t പോസിറ്റീവ് ആണെങ്കിൽ. ഓക്കെ, ഈ നോഷൻ ആണ് നമ്മൾ ഇതിന്റെ ഡിസ്കണ്ടിന്യൂറ്റി പ്രൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ t is less than e raised to t. ടിയുടെ സ്ഥാനത്ത് ഞാൻ 1/x കൊടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? 1/x is less than e raised to 1/x എന്ന് വരും. ഓക്കെ, അപ്പൊ ഞാൻ 0യിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സീക്വൻസ് 1/n കൺസിഡർ ചെയ്യുന്നു. xn ഈക്വൽ ടു 1/n എന്നുള്ള സീക്വൻസ് എടുത്താൽ 1/n എങ്ങോട്ട് പോകും? 0യിലേക്ക് പോകും. വാട്ട് ഈസ് e raised to, ഇവിടെ g of x ന്റെ വാല്യൂ എന്താ പറയണേ? g of x എന്ന് പറഞ്ഞാൽ എക്സിന്റെ സ്ഥാനത്ത് 1/n വരും അല്ലെ? എക്സിന്റെ സ്ഥാനത്ത് 1/n വരുമ്പോ ഇത് e raised to n എന്നാവും. ഇവിടെ 1/x എന്ന് പറയുന്നത് എന്താവുക? 1/1/n എന്നാണ് വരുന്നത് അല്ലെ? അപ്പൊ n എന്ന് വരും. സോ g of x is greater than n എന്നാണ് എനിക്ക് കിട്ടുന്നത്. xn ഈക്വൽ ടു 1/n ആണെങ്കിൽ g of xn greater than n ആണ്. n എന്ന് പറയുന്നത് അൺബൗണ്ടഡ് ആണ്, ഡൈവേർജന്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലെ? ആ ഡൈവേർജന്റ് സീക്വൻസിനേക്കാൾ വലുതാണ് g of xn. സോ ദാറ്റ് ഓൾസോ മസ്റ്റ് ഡൈവേർജ്. അപ്പൊ എനിക്ക് 0യിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് xn കിട്ടി. കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷന്റെ വാല്യൂ g of xn എടുക്കുമ്പോൾ അത് ഡൈവേർജന്റ് ആണ്. അതുകൊണ്ട് ഈ ഫംഗ്ഷന് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് e raised to 1/x ഡസ് നോട്ട് എക്സിസ്റ്റ്. അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഗ്രാഫിൽ നിന്നും ക്ലിയർ ആണ്. ഇപ്പൊ നമ്മൾ അത് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇനി എനിക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് 0 ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അതിനും ഞാൻ ഇതേ പ്രോപ്പർട്ടി e raised to 1/xന്റെ ഇതേ പ്രോപ്പർട്ടി തന്നെയാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. എക്സ് ലെസ് ദാൻ 0 ആണ്. എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ -1/x എന്ന് പറയുന്നത് ലെസ് ദാൻ e raised to -1/x ആയിരിക്കും. എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ -x പോസിറ്റീവ് ആണ് അല്ലെ? അപ്പൊ t ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? t പോസിറ്റീവ് ആണെങ്കിൽ t is less than e raised to t എന്ന് നമുക്കറിയാം. ഇവിടെ -1/x എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. സോ t ലെസ് ദാൻ e raised to t എന്നുള്ളതിൽ ടിയുടെ സ്ഥാനത്ത് -1/x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇത് കിട്ടുന്നത്. സോ -1/x ലെസ് ദാൻ e raised to -1/x, ഇത് ട്രൂ ആണ്. ഓക്കെ, ഇവിടെ എനിക്ക് കിട്ടുന്നത് -1/x ലെസ് ദാൻ e raised to -x ആണ് അല്ലേ? അതായത് -1/x is ലെസ് ദാൻ e raised to -1/x എന്ന് പറഞ്ഞാൽ എന്താണ്? 1/e raised to 1/x അല്ലെ? -1/x is less than 1/e raised to 1/x എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. രണ്ട് സൈഡിലും ഞാൻ റെസിപ്രോക്കൽ എടുക്കുന്നു. റെസിപ്രോക്കൽ എടുത്താൽ ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്യും അല്ലെ? അപ്പൊ എനിക്ക് എന്താ കിട്ടുക? e raised to 1/x ലെസ് ദാൻ -x എന്നായി മാറും. -1/x ന്റെ റെസിപ്രോക്കല് -x, 1/e raised to 1/x ന്റെ റെസിപ്രോക്കല് e raised to x. ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്യുന്നു. അതാണ് നമുക്ക് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, സോ what we get is e raised to 1/x is less than -x for every x less than 0. Okay, e raised to 1/x less than -x എന്താണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന സീക്വൻസ് സേ -1/n എന്നുള്ള സീക്വൻസ്, അല്ലെങ്കിൽ xn എന്ന് പറയുന്ന സീക്വൻസ് ഏത് തന്നെയും ആയിക്കോട്ടെ, അത് 0യിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ഞാൻ xn എടുക്കുകയാണ്, xn കൺവേർജസ് ടു 0 ആണെങ്കിൽ e raised to 1/x എന്ന് പറയുന്നത് ലെസ് ദാൻ xn ആണ് വരുന്നത് അല്ലെ? സോ ദാറ്റ് ഓൾസോ കൺവേർജസ് ടു 0. ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ എടുക്കണമെങ്കിൽ വേണമെങ്കിൽ -1/n എന്നുള്ള ആ സീക്വൻസ് എടുത്ത് നോക്കാം. എക്സാമ്പിൾ പ്രൂഫ് ആവില്ല, അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി x equal to -1/n എന്നുള്ള സീക്വൻസ് വേണമെങ്കിൽ നമുക്ക് എടുത്തു നോക്കാം. അപ്പൊ -x എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1/n എന്നാണ് വരിക. സോ g of x is less than 1/n.
and greater than 0. 1 by n converges to 0 എന്ന് നമുക്കറിയാം. അപ്പൊ 0-0 ഇടയിൽ ഇയാൾ സ്ക്യൂസ്ഡ് ആയി അല്ലേ? അപ്പൊ സ്ക്യൂസ് തിയറം അനുസരിച്ച് e raised to 1 by x ന്റെ ലിമിറ്റ് 0 ആണ്. So what we get is the left hand limit of e raised to 1 by x is 0, but the right hand limit does not exist. അപ്പൊ 0 എന്നുള്ള പോയിന്റിൽ e raised to 1 by x ന് ലിമിറ്റ് ഉണ്ടോ? ലിമിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ലെഫ്റ്റ് ലിമിറ്റ് ഉണ്ട്, അത് 0 ആണ്. റൈറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. റൈറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ അവിടെ നിന്ന് കൺക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതേപോലെ e raised to 1 by x ന്റെ തന്നെയാണ് അടുത്ത ഒരു ആപ്ലിക്കേഷൻ പ്രോബ്ലം വരുന്നത്. ഞാൻ ഇവിടെ h of x ഡിഫൈൻ ചെയ്യുന്നത് h of x ഈക്വൽ ടു 1 by e raised to 1 by x plus 1 എന്നാണ് നമ്മൾ h of x എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഈ ഫംഗ്ഷന് as x tends to 0 ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. എക്സ് പോസിറ്റീവ് ആണെങ്കിൽ നേരത്തെ നമ്മൾ എഴുതിയ പോലെ തന്നെ 1 by x ലെസ് ദാൻ e raised to 1 by x ആണ്. e raised to 1 by x എന്തിനേക്കാളും ചെറുതാണ്? e raised to 1 by x plus 1 ചെറുതല്ലേ? പ്ലസ് 1 ചെയ്യുമ്പോൾ ഫംഗ്ഷൻ വലുതാവുകയാണല്ലോ ചെയ്യാം. സോ 1 by x is less than e raised to 1 by x and e raised to 1 by x is less than e raised to 1 by x plus 1. അപ്പൊ നമ്മൾ അവിടെ പറഞ്ഞത് എക്സ് പോസിറ്റീവ് ആണ് എങ്കിൽ 1 by x ലെസ് ദാൻ e raised to 1 by x ആണ്. e raised to 1 by x എന്തിനേക്കാളും ചെറുതാണ്? e raised to 1 by x plus 1 ചെറുതാണ്. ഇതിന്റെ റെസിപ്രോക്കൽ നമ്മൾ എടുക്കുന്നു. ഞാൻ ഈ പാർട്ട് എടുത്തിട്ട് അതിന്റെ റെസിപ്രോക്കൽ എടുക്കുന്നു. റെസിപ്രോക്കൽ എടുത്താൽ എനിക്ക് ഇവിടെ നിന്ന് എന്താ കിട്ടുക? 1 by e raised to 1 by x plus 1 is less than 1 by e raised to 1 by x. ഓക്കെ, റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്യും. പക്ഷെ e raised to 1 by x എന്തിനേക്കാളും ചെറുതാണ്? ഇറ്റ് ഈസ് ലെസ് ദാൻ x. സോ ഇൻ ഷോർട്ട് നമുക്ക് കിട്ടിയത് എന്താണ്? 1 by e raised to 1 by x plus 1 is less than x. അതാണ് ഇവിടെ അടുത്തത് കൊടുത്തിരിക്കുന്നത്. 1 by e raised to 1 by x plus 1 is less than x. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് ഞാനൊരു സീക്വൻസ് xn 0യിലേക്ക് കൺവേർജ് ചെയ്യുന്നത് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 1 by e raised to 1 by x plus 1 0യിലേക്ക് കൺവേർജ് ചെയ്യുന്ന ആ സീക്വൻസിനേക്കാൾ ചെറുതാണ് അല്ലെ? 0നേക്കാൾ വലുതാണ്. അപ്പൊ 0ന്റെയും ഇടയിൽ ആര് സ്ക്യൂസ്ഡ് ആണ്? 1 by e raised to 1 by x plus 1 സ്ക്യൂസ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്താ എടുത്തത്? x greater than 0 കേസ് ആയിരുന്നു അല്ലെ? അപ്പൊ അതുകൊണ്ട് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 0 ആണ്. റൈറ്റ് സൈഡിൽ നിന്നുള്ള ഫംഗ്ഷൻ എടുത്തപ്പോൾ ലിമിറ്റ് 0 കിട്ടി. ഇനി ലെഫ്റ്റ് സൈഡിൽ നിന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് e raised to 1 by x ന്റെ ലിമിറ്റ് നമുക്ക് ഓൾറെഡി അറിയാം 0 ആണെന്ന്. നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ അത് ചെയ്തിട്ടുണ്ട് അല്ലെ? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് e raised to 1 by x എന്ന് പറയുന്നത് 0 ആണ് എന്ന് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ലിമിറ്റ് തിയറംസ് ഇവിടെ അപ്ലൈ ചെയ്യാം. ലിമിറ്റ് a by b കണ്ടുപിടിക്കണമെങ്കിൽ ലിമിറ്റ് a by ലിമിറ്റ് b, ലിമിറ്റ് f by ലിമിറ്റ് g, f by g യുടെ ലിമിറ്റിന് അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ? പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ എനിക്കുണ്ട്. എന്താണ്? ഡിനോമിനേറ്റർ 0 ആവരുത് എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. ആ പ്രശ്നം ഉണ്ടോ എന്ന് നോക്കാം. ഇല്ല എങ്കിൽ നമുക്ക് അവിടെ ലിമിറ്റ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് 1 by e raised to x plus 1 എന്ന് പറഞ്ഞാൽ ഞാൻ മുകളിലും താഴെയും സെപ്പറേറ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ മുകളിൽ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്, അപ്പൊ അതുകൊണ്ട് 1 എന്ന് വരും. ഡിനോമിനേറ്റർ എന്താവും? e raised to 1 by x ന്റെ ലിമിറ്റ് 0 പ്ലസ് 1 കോൺസ്റ്റന്റ് സീക്വൻസ് ആണ്, അതിന്റെ ലിമിറ്റ് 1. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു 1. ഇവിടെ ഡിനോമിനേറ്ററിൽ 0 എന്നുള്ള ഒരു എറർ വരുന്നില്ല അല്ലെ? അപ്പോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 1 ആണ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റിന് എന്താ നമ്മളപ്പോ ഇതേപോലത്തെ ടെക്നിക്ക് അപ്ലൈ ചെയ്യാതിരുന്നത്? റൈറ്റ് ഹാൻഡ് ലിമിറ്റിന്റെ കേസിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് e raised to 1 by x എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതേ അപ്രോച്ച് എനിക്ക് അവിടെയും ഉപയോഗിക്കായിരുന്നു. എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് e raised to 1 by x ന് പകരം അതിന്റെ ലിമിറ്റ് എന്താണോ ആ വാല്യൂ എനിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എന്നിട്ടും 1 by e raised to 1 by x plus 1 ലിമിറ്റ് നോക്കിയപ്പോൾ അത് കിട്ടി. എന്താ കാരണം? ഇതിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പോസിറ്റീവ് കേസിൽ ഇതിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ക്വാണ്ടിറ്റി അവിടെ ഒരു ഇൻഫിനിറ്റിയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നിരുന്നത്. അപ്പൊ ഇതൊരു 1 by infinity ടൈപ്പ് ആണ് ആവുന്നത്, which made it possible for that sequence to converge to 0. ആ ലിമിറ്റ് 0യിലേക്ക് പോവാൻ അവിടെ ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്നുള്ള പോയിന്റ് ആണ് നമുക്ക് അവിടെ സഹായകമായത്, അവിടെ ഹെൽപ്ഫുൾ ആയത്. ഓക്കെ, അപ്പോ h of x എന്നുള്ള ഫംഗ്ഷന്റെ
റൈറ്റ് ലിമിറ്റ് നമുക്ക് 1 എന്ന് കിട്ടി. സോറി, എച്ച് എന്നുള്ള ഫംഗ്ഷന്റെ റൈറ്റ് ലിമിറ്റ് നമുക്ക് 0, സോറി, റൈറ്റ് ലിമിറ്റ് നമുക്ക് 0 എന്ന് കിട്ടി. പക്ഷെ ലെഫ്റ്റ് ലിമിറ്റ് എന്താണ്? ലെഫ്റ്റ് ലിമിറ്റ് നമുക്ക് 1 ആണ് എന്ന് കിട്ടി. അപ്പൊ രണ്ട് സൈഡിലും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. റൈറ്റ് സൈഡിൽ 0, ലെഫ്റ്റ് സൈഡിൽ 1. പക്ഷെ 0 എന്നുള്ള പോയിന്റിൽ അപ്പൊ ഫംഗ്ഷന് ലിമിറ്റ് ഇല്ല. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും വൺ സൈഡ് ലിമിറ്റുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഫംഗ്ഷന് ലിമിറ്റ് ഇല്ല എന്നുള്ളതിനുള്ള അടുത്ത ഒരു എക്സാമ്പിൾ പ്രോബ്ലം ആയിരുന്നു അത്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഫംഗ്ഷൻ വിച്ച് അഡ്മിറ്റ്സ് ബോത്ത് ലെഫ്റ്റ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ് ബട്ട് ഡു നോട്ട് ഹാവ് എ ലിമിറ്റ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് എന്നുള്ള എക്സാമ്പിൾ ചോദിക്കാം. അപ്പൊ സൈൻ ഫംഗ്ഷൻ അതിനൊരു എക്സാമ്പിൾ ആണ്. ലെഫ്റ്റ് ലിമിറ്റ് -1 റൈറ്റ് ലിമിറ്റ് 1 ആയിരുന്നു, പക്ഷെ 0 എന്നുള്ള പോയിന്റിൽ ലിമിറ്റ് ഇല്ല. അതേപോലെ വേറൊരു എക്സാമ്പിൾ ആണിത്, 1/e⁻⁴ അതിന് റൈറ്റ് ലിമിറ്റ് 0യും ലെഫ്റ്റ് ലിമിറ്റ് 1ഉം കിട്ടി. പക്ഷെ അപ്പൊ 0 എന്നുള്ള പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി e⁻1/x എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ എടുത്തപ്പോ അതിന് റൈറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അല്ലെ. എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? അവിടെ ഓസിലേറ്റ് ചെയ്തിട്ടൊന്നുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിച്ചിട്ടൊന്നുമല്ല, അതൊരു ഒറ്റ എയിമിലാണ് പോകുന്നത്. പക്ഷെ അത് എങ്ങോട്ടാ പോകുന്നത്? ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അപ്പൊ ആ കേസുകളിൽ നമ്മൾ പുതിയൊരു കൺസെപ്റ്റ് കൊണ്ടുവരികയാണ്, ഇൻഫിനിറ്റ് ലിമിറ്റ് എന്നുള്ള ഒരു ടെർമിനോളജി. അപ്പൊ പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്കാണ് ഫംഗ്ഷൻ പോകുന്നത് എങ്കിൽ നമ്മൾ അതിന്റെ ലിമിറ്റ് +∞ ആണ് എന്നൊരു നൊട്ടേഷൻ കൊണ്ടുവരുന്നു. അതേപോലെ നെഗറ്റീവ് സൈഡിലേക്ക് അങ്ങോട്ട് ഇൻഫിനിറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്താണ് പോകുന്നതെങ്കിൽ -∞ ആണ് അതിന്റെ ലിമിറ്റ് എന്ന് നമ്മൾ പറയുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിന്റ്, +∞യോ -∞യോ ഒരു റിയൽ നമ്പർ അല്ല, അതൊരു കൺസെപ്റ്റ് ആണ്. +∞ എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റ് ആണ്, ഇറ്റ് ഇസ് നോട്ട് എ റിയൽ നമ്പർ. അതുപോലെ -∞ എന്ന് പറയുന്നതും ഒരു കൺസെപ്റ്റ് ആണ്, അതൊരു റിയൽ നമ്പർ അല്ല. അപ്പൊ ഇങ്ങനെ രണ്ട് കൺസെപ്റ്റുകൾ, +∞, -∞ എന്നുള്ള രണ്ട് കൺസെപ്റ്റുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതെന്തിനു വേണ്ടിയാണ്? പോസിറ്റീവ് സൈഡിൽ ഇൻഫിനിറ്റ് ആയിട്ട് ഗ്രോ ചെയ്യുകയാണ് എന്നുള്ള ഫംഗ്ഷന്റെയും നെഗറ്റീവ് സൈഡിലേക്ക് ഇൻഫിനിറ്റ് ആയിട്ട് ഗ്രോ ചെയ്യാന്നുള്ള ഫംഗ്ഷന്റെയും ലിമിറ്റ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. സോ അത് ഡെഫിനിഷൻ ഇങ്ങനെയാണ്. നമുക്ക് ആ ടെൻസ് ടു ഇൻഫിനിറ്റി എന്നുള്ള നോഷൻ കൊണ്ടുവരുന്നത് ഇങ്ങനെയാണ്. എത്ര വലിയ ആൽഫ എടുത്താലും ഫംഗ്ഷന്റെ വാല്യൂ അതിനേക്കാൾ വലുതാകുന്നുണ്ട്. അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ്. വി സേ ദാറ്റ് f tends to infinity as x tends to infinity c, and right limit extending to cf is equal to infinity. +∞ എന്നുള്ളതിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇൻഫിനിറ്റി എന്ന് ഡിനോട്ട് ചെയ്യാം. if for every alpha element of r there exists a delta which can depend upon alpha which is greater than 0, such that for every 0 less than x minus c, modulus of x minus c less than delta, f of x is greater than alpha. നിങ്ങൾ എത്ര വലിയ റിയൽ നമ്പർ ആൽഫ തന്നാലും എനിക്ക് സിയുടെ ഒരു ഡെൽറ്റ നെയ്ബർഹുഡ് കണ്ടുപിടിക്കാൻ പറ്റും, സച്ച് ദാറ്റ് ആ നെയ്ബർഹുഡിനുള്ളിൽ ഫംഗ്ഷന്റെ വാല്യൂ ഈ പറയുന്ന വലിയ ആൽഫയേക്കാൾ വലുതാണ്. അപ്പൊ അത് ഇൻഫിനിറ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് ഇൻഫിനിറ്റിയുടെ കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പൊ നെഗറ്റീവ് ഇൻഫിനിറ്റി എങ്ങനെയായിരിക്കും? നിങ്ങൾ എത്ര ചെറിയ ബീറ്റ തന്നാലും ശരി, ഫംഗ്ഷന്റെ വാല്യൂ ആ ബീറ്റയെക്കാളും ചെറുതാകുന്ന രീതിയിൽ എനിക്കൊരു നെയ്ബർഹുഡ് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് -∞ കൺസെപ്റ്റ് വരുന്നത്. സെയിം ഡെഫിനിഷൻ തന്നെ, ഫോർ എവറി ബീറ്റ എലമെന്റ് ഓഫ് ആർ ദർ എക്സിസ്റ്റ് എ ഡെൽറ്റ സച്ച് ദാറ്റ് ഇൻ ദ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി f of x is less than ബീറ്റ. എത്ര ചെറിയ ബീറ്റ തന്നാലും അതിനേക്കാളും താഴേക്ക് f of x പോകുന്നുണ്ട്. അപ്പൊ f of x -∞ പോകുന്നതെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഈ ഇൻഫിനിറ്റ് എന്നുള്ള കൺസെപ്റ്റ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ 1/x²ന്റെയും 1/x-ന്റെയൊക്കെ ലിമിറ്റ് ഇൻഫിനിറ്റിയുടെ ടേംസിൽ പറയാൻ പറ്റുമോ എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അവിടെ വീണ്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്കാണ് നമ്മൾ പോണേ. ആസ് x tends to 0, 1/x ഇൻഫിനിറ്റിയിലേക്കാ പോണേന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ. പല സ്ഥലത്തും നമ്മൾ x 0ലേക്ക് വരുമ്പോ 1/x ഇൻഫിനിറ്റിയിലേക്ക് പോണു എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അത് ആക്ച്വലി ശരിയല്ല എന്നാണ് നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം നമ്മൾ എടുക്കുന്ന 1/x² എന്നുള്ള ഫംഗ്ഷൻ ആണ്.
എക്സ് സീറോയിലേക്ക് പോവുകയാണെങ്കിൽ 1/x² ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് കറക്റ്റ് ആണ്. കാരണം നിങ്ങൾ എനിക്ക് എത്ര വലിയ ആൽഫ തന്നാലും ശരി, ഞാൻ ഡെൽറ്റ ഈക്വൽ ടു 1/√α എടുക്കുന്നു. ഡെൽറ്റ ഈക്വൽ ടു 1/√α എടുത്താൽ എന്താണ് എനിക്ക് കിട്ടുക? മോഡ് എക്സ് ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മോഡ് എക്സ് ഇസ് ലെസ് ദാൻ 1/√α എന്ന് വരും അല്ലെ. മോഡ് എക്സ് ലെസ് ദാൻ 1/√α എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും പോസിറ്റീവ് ആണ്. പോസിറ്റീവ് സ്ക്വയേഴ്സ് എടുക്കുമ്പോൾ x² ലെസ് ദാൻ 1/α എന്ന് കിട്ടും അല്ലെ. x² ലെസ് ദാൻ 1/α എന്ന് പറയുമ്പോൾ റെസിപ്രോക്കൽ എടുത്താൽ 1/x² ഗ്രേറ്റർ ദാൻ ആൽഫ എന്ന് വരും. അപ്പൊ എത്ര വലിയ ആൽഫ തന്നാലും 1/x² ആ ആൽഫയേക്കാൾ വലുതാകുന്ന രീതിയിൽ എനിക്ക് ഡെൽറ്റ ചൂസ് ചെയ്യാൻ പറ്റും. അതായിരുന്നു നമ്മൾ കൺസെപ്റ്റ് പറഞ്ഞത് അല്ലെ. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1/x² ഇസ് ഈക്വൽ ടു +∞. മുകളിൽ അതിന്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് 1/x² ഗ്രാഫ്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, സീറോന്റെ റൈറ്റ് സൈഡിൽ നോക്കിയാലും ലെഫ്റ്റ് സൈഡിൽ നോക്കിയാലും ഫംഗ്ഷൻ രണ്ട് സൈഡിലാണ് കിടക്കുന്നത്. പക്ഷെ ആ രണ്ട് ഫംഗ്ഷനും ഒരേപോലെ ഗ്രോ ചെയ്യാണ് അല്ലെ. ഒരേപോലെ ഗ്രോ ചെയ്ത് ഇവർ ഇൻഫിനിറ്റിയിൽ എവിടെയോ വേണമെങ്കിൽ മീറ്റ് ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പൊ ഇൻഫിനിറ്റി ആണ് ഇതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അതേസമയം 1/x ഗ്രാഫ് നോക്കൂ. 1/x ഗ്രാഫ് നോക്കുമ്പോൾ എക്സ് റൈറ്റ് സൈഡിലാണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ 1/x ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഏത് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്? അത് +∞ പോകുന്നത്. അതേസമയം എക്സ് നെഗറ്റീവ് ആണെങ്കിൽ 1/x എങ്ങടാ പോണേ? -∞ പോകുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിൽ വല്ല ചർച്ചയുണ്ടോ? ഒരാൾ തെക്കോട്ട് ആണെങ്കിൽ മറ്റേ വടക്കോട്ട് എന്ന് പറയും അല്ലെ. എന്ന് പറഞ്ഞ പോലെയാണ്. അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എടുത്താൽ അത് +∞ ആണ്. പക്ഷെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എടുത്താൽ അത് -∞ ആണ്. അപ്പൊ x ഈക്വൽ ടു 0 എന്നുള്ള ആസ് x ടെൻസ് ടു 0 1/x ലിമിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ലെഫ്റ്റ് ലിമിറ്റ് ഉണ്ട്, ഇൻഫിനിറ്റി ആണ്. റൈറ്റ് ലിമിറ്റ് ഉണ്ട്, -∞ ആണ്. അത് നമുക്കിപ്പോ ഫിഗറിൽ നിന്ന് മനസ്സിലായി. മാത്തമാറ്റിക്കലി നമുക്കത് എങ്ങനെ പ്രൂവ് ചെയ്യാം എന്ന് നോക്കാം. 1/x എന്നുള്ള കേസ് എടുക്കുകയാണെങ്കിൽ ഏത് ആൽഫ ഗ്രേറ്റർ ദാൻ 0 തന്നാലും g ഓഫ് x എന്ന് പറയുന്നത് ലെസ് ദാൻ ആൽഫയാണ് ഫോർ എവറി x ലെസ് ദാൻ 0. ഓക്കെ, given any alpha greater than 0, g of x ന്റെ വാല്യൂ ലെസ് ദാൻ ആൽഫ ആയിരിക്കും. എപ്പോ എക്സ് നെഗറ്റീവ് ആണെങ്കിൽ, എക്സ് താഴെയാണെങ്കിൽ g of x ന്റെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ ആൽഫയാണ് ആവുക. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അത് -∞ അതേസമയം നമ്മളൊരു ബീറ്റ ലെസ് ദാൻ 0 ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ g of x ന്റെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ ബീറ്റ ആയിരിക്കും. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ 0 കേസിൽ അത് ഇൻഫിനിറ്റിയിലേക്ക് ആയിരിക്കും ടെൻഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് രണ്ട് കേസിൽ, പോസിറ്റീവ് കേസിൽ +∞ നെഗറ്റീവ് കേസിൽ -∞ പോകുന്നത് കൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് g does not tend to infinity as x tends to 0 മുകളിൽ നിന്നാകുന്നു. അതേപോലെ g does not tends to -∞ as x tends to 0 മറ്റേ കേസിൽ, x greater than 0 കേസിൽ. x less than 0 ആണെങ്കിൽ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നില്ല. x greater than 0 ആണെങ്കിൽ -∞ പോകുന്നില്ല. x ലെസ് ദാൻ 0 ആണെങ്കിൽ ആക്ച്വലി -∞ പോവാണ്. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ +∞ പോവാണ്. ഇങ്ങനെ ഒരു ക്രോസ് കണക്ഷൻ ആണ് അവിടെ നമുക്ക് സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ലെഫ്റ്റും റൈറ്റും ലിമിറ്റ്സ് ഡിഫറെന്റ് ആയതുകൊണ്ട് 0 എന്നുള്ള പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ പ്ലീസ് നോട്ട് ദാറ്റ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. 1/x ലിമിറ്റ് ഇല്ല, 1/x² ലിമിറ്റ് ഉണ്ട്, അത് +∞ ആണ്. എക്സ്റ്റെൻഡഡ് സിസ്റ്റത്തിൽ അത് +∞ ആണ്. സാധാരണ റിയൽ നമ്പേഴ്സിൽ ലിമിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വീണ്ടും നമുക്ക് ഇല്ല എന്ന് പറയേണ്ടി വരും. ഇൻഫിനിറ്റ് ലിമിറ്റ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരുമ്പോൾ 1/x² ലിമിറ്റ് +∞ ആണ്. അതേസമയം 1/x ആസ് x tends to 0 ഇൻഫിനിറ്റിയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്താൽ പോലും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി വീണ്ടും നമ്മുടെ സാധാരണ ലിമിറ്റിന്റെ കേസിൽ പറഞ്ഞ രണ്ട് റിസൾട്ടുകൾ ഉണ്ട് അല്ലെ. f of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു g of x ആണെങ്കിൽ ലിമിറ്റ് f of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് g of x ആണ് എന്നുള്ള റിസൾട്ട് ഉണ്ട് അല്ലെ. അത് നമ്മൾ ഇൻഫിനിറ്റിയിലേക്ക് ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്. f of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു g of x ആണെങ്കിൽ നമുക്ക് എന്തറിയാം? ലിമിറ്റ് f of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് g of x ആണെന്ന് അറിയാം. അപ്പോ ലിമിറ്റ് f തന്നെ ഇൻഫിനിറ്റി ആയ എന്താ സംഭവിക്കുക? ഇൻഫിനിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് g of x വരും അല്ലെ. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും?
ലിമിറ്റ് ജി ഇൻഫിനിറ്റി ആണ് എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലിമിറ്റ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ജി ഓഫ് എക്സ് ആണ്. പക്ഷെ ലിമിറ്റ് ജി എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ആണ്. അപ്പൊ ലിമിറ്റ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ആയിട്ടാണ് വരുന്നത് അല്ലെ. വിച്ച് മീൻസ് ലിമിറ്റ് എഫ് ഇസ് ഓൾസോ മൈനസ് ഇൻഫിനിറ്റി. ഇതാണ് അടുത്ത തിയറം പറയുന്നത്. എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണ്. എഫിന്റെ ലിമിറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ ജിയുടെയും ലിമിറ്റ് ഇൻഫിനിറ്റി ആയിരിക്കും. ജിയുടെ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ എഫ് അതിന്റെ താഴെയാണ് അല്ലെ. അപ്പൊ എഫിന്റെ ലിമിറ്റും മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കും എന്നാണ് തിയറം പറയുന്നത്. ഇത് ടെക്നിക്കലി നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഇൻഫിനിറ്റി ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ബൈ ഡെഫിനിഷൻ given alpha element of R there exists delta such that for every 0 less than x minus c less than delta f of x is greater than a. ഏത് greater than alpha ഏതിനേക്കാളും വലുതാണ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. g of x ന്റെ വാല്യൂ അതിനേക്കാളും വലുതാണ് അല്ലെ. f of x is less than or equal to g of x. So g of x is greater than or equal to f of x and f of x is greater than alpha, which means g of x is greater than alpha. So g of x also tends to infinity. അതുപോലെ തന്നെ നമുക്ക് മൈനസിന്റെ കേസിൽ എന്ത് വരും? g of x is less than beta എന്നാണ് കിട്ടുന്നത്. f of x അതിന്റെയും താഴെയാണ്. So f of x is also f of x is less than or equal to g of x which is less than beta, which means f of x is less than beta. അപ്പൊ ജിയുടെ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ എഫിന്റെ ലിമിറ്റും മൈനസ് ഇൻഫിനിറ്റി തന്നെ ആയിരിക്കും. ഓക്കെ. ജനറൽ ലിമിറ്റിന് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സിക്ക് എഫ് ഇൻഫിനിറ്റി ആവുന്നത് എപ്പോഴെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതേ കൺസെപ്റ്റ് തന്നെ ഏതിനും പറയാം. എഫ് ടെൻഡിങ് ടു സി പ്ലസിനും സി മൈനസിനും ഇതേ കൺസെപ്റ്റ് തന്നെ നമുക്ക് പറയാം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. 1/xന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് പ്ലസ് ഇൻഫിനിറ്റി ആണെന്നും 1/xന്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് പ്ലസ് ഇൻഫിനിറ്റി ആണെന്നും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ആണെന്നും നമ്മൾ ഓൾറെഡി കണ്ടു അല്ലെ. അത് ഇവിടെ ടെക്നിക്കലി ഒന്ന് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ലിമിറ്റിന് മാത്രമേ പ്ലസ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി നേരത്തെ പറഞ്ഞുള്ളൂ. അപ്പൊ അത് ഏതിനും ട്രൂ ആണ്. ലെഫ്റ്റ് ലിമിറ്റിനും റൈറ്റ് ലിമിറ്റിനും അതേ ഡെഫിനിഷന്റെ എക്സ്റ്റൻഷൻ വാലിഡ് ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് 1/x ഇൻഫിനിറ്റി ആണെന്നും ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് 1/x എടുത്താൽ മൈനസ് ഇൻഫിനിറ്റി ആണ് എന്നും പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത്, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ലിമിറ്റ് ആസ് ഇൻഫിനിറ്റി ആയിരുന്നു. ലിമിറ്റ് ഇൻഫിനിറ്റി കിട്ടുക. ഇനി തിരിച്ച് നമുക്ക് എന്ത് പറയാം? അപ്പൊ അവിടെയൊക്കെ നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എന്ന് പറയുന്നത് സി ഒരു ഫൈനൈറ്റ് റിയൽ നമ്പർ ആയിരുന്നു. എക്സ് സിയിലേക്ക് വരുമ്പോ എഫ് ഓഫ് എക്സ് എവിടെ പോകണമെന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. എഫ് ഓഫ് എക്സ് ഒരു എൽ ആവാം എന്ന് ആദ്യം കണ്ടു. എഫ് ഓഫ് എക്സ് ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ ആവാം എന്നുള്ള കേസ് അടുത്തത് കണ്ടു. ഇവിടെ ഇനി നമ്മൾ പറയുന്നത് ആ സി എന്ന് പറയുന്ന പോയിന്റ് ഇൻഫിനിറ്റി ആവാം. ഓക്കെ. ഒരു ഫൈനൈറ്റ് നേരത്തെ നമ്മൾ ലിമിറ്റ് ആസ് ഇൻഫിനിറ്റി ആയിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്നത് ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി. എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ എഫ് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ ലിമിറ്റ് ഓഫ് എഫ് ആസ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് വരുന്നത്? ലെറ്റ് എ സബ്സെറ്റ് ഓഫ് ആർ ആൻഡ് എഫ് ഫ്രം എ ടു ആർ. സപ്പോസ് ദാറ്റ് എ ഇൻഫിനിറ്റി is a subset of A for some A element of R. Then we say that L element of R is a limit of F as x tends to infinity, and we write limit extending to infinity F equal to L if given epsilon greater than 0, there exists K which depends upon epsilon and is greater than A, such that for every x greater than K, mod f of x minus L is less than epsilon. സാധാരണ സി ആണെങ്കിൽ സിയുടെ ഡെൽറ്റ നെയ്ബർഹുഡ് എന്ന് നമ്മൾ പറയും അല്ലെ. ഇവിടെ സിയുടെ സ്ഥാനത്ത് എന്താ? ഇൻഫിനിറ്റി ആണ്. ഇപ്പൊ ഇൻഫിനിറ്റിയുടെ മുകളിലേക്ക് ഒന്നുമില്ല. ഒരു വലിയ കെയിനേക്കാൾ മുകളിലേക്ക് പോകുമ്പോൾ എവിടെയോ ആണ് ഇൻഫിനിറ്റി കിടക്കുന്നത്. അപ്പൊ ആ ഇൻഫിനിറ്റിയുടെ നെയ്ബർഹുഡ് എന്നുള്ളതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്? എക്സ് ഗ്രേറ്റർ ദാൻ കെ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ട്രൂ ആണെങ്കിൽ ആസ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റ് എൽ ആണ് എന്ന് നമ്മൾ പറയും. ഇത് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി കേസ്. അപ്പൊ എക്സ്റ്റെൻഡിങ് ടു മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ എന്തായിരിക്കും നമ്മൾ പറയാ? ഇവിടെ എവറി എക്സ് ഗ്രേറ്റർ ദാൻ കെ എന്നാണെങ്കിൽ അവിടെ എവറി എക്സ് ലെസ് ദാൻ കെ എന്നായിട്ട് നമ്മൾ ആ ഡെഫിനിഷനെ മാറ്റും. അതുപോലെ ഇതിന് ഈക്വലന്റ് ഫോം നമുക്ക് സീക്വൻസ് ആക്കിയിട്ടും പറയാം അല്ലെ. എക്സ് എൻ എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റിയിലേക്ക് ഡൈവേർജ് ചെയ്ത് പോകുന്ന ഒരു സീക്വൻസ് ആണെങ്കിൽ, ലിമിറ്റ് എക്സ് എൻ ഇൻഫിനിറ്റി ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എൻ എല്ലിലേക്ക് കൺവേർജ് ചെയ്യുന്നു എങ്കിൽ L equal to limit extending to infinity F എന്ന് പറയാം. അതായത്
സീക്വൻസിന്റെ ടേംസിലേക്ക് ഈ പ്ലസ് ഇൻഫിനിറ്റിയിലേക്കുള്ള കൺവേർജൻസ് നമ്മൾ മാറ്റി പറയുന്നു. എക്സ് ഗ്രേറ്റർ ദാൻ കെ എന്നുള്ളതിന് പകരം എക്സ് എൻ എന്നുള്ള സീക്വൻസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നുള്ള നോഷൻ എടുക്കുന്നു. ഓക്കെ, അത് തന്നെ നമ്മൾ നെഗറ്റീവിലേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാണ് അടുത്തത്. സോറി, മൈനസിലേക്ക് ഉള്ളത് അവിടെ തന്നെ ബ്രാക്കറ്റിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ അടുത്തത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊക്കെ കേസ് ഇപ്പൊ നമ്മൾ കണ്ടു? സിയും എല്ലും ഫൈനൈറ്റ്, അതായിരുന്നു ആദ്യത്തെ നമ്മുടെ കേസ് അല്ലെ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഈക്വൽ ടു എൽ, അത് ആദ്യം നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ എല്ല് വേണമെങ്കിൽ ഇൻഫിനിറ്റി ആയിക്കോട്ടെ എന്നുള്ള കേസ് കണ്ടു. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് പ്ലസ് ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ ആവുന്ന കേസ് കണ്ടു. അടുത്തത് നമ്മൾ എന്താ ചെയ്തത്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി, എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു, അപ്പൊ ഫംഗ്ഷൻ ഫൈനൈറ്റ് ആയി നിൽക്കുന്ന കേസ്. എക്സ്റ്റെൻഡിങ് ടു സി എഫ് എൽ ആകുന്ന കേസ് നമ്മൾ കണ്ടു. ഇനി അടുത്തത് എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഫംഗ്ഷനും ഇൻഫിനിറ്റിയിലേക്ക് പോവുക, അത് പോസിബിൾ ആണോ? ആണ്. അതിന്റെ ഡെഫിനിഷൻ ആണ് നമ്മൾ അടുത്തത് പറയുന്നത്. ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് നമ്മൾ പറയണമെങ്കിൽ for every alpha element of R there exists a k such that for every x greater than k f of x is greater than alpha. ഈ f of x is greater than alpha എന്നുള്ളതാണ് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്നു എന്നുള്ളതിനുള്ള കണ്ടീഷൻ ആയിരുന്നത്. എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്നുള്ളപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്? മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്നുള്ളതിന് പകരം എക്സ് ഗ്രേറ്റർ ദാൻ കെ എന്ന് കൊടുത്തിരുന്നത്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ വീണ്ടും രണ്ടും ഇൻഫിനിറ്റിയിലേക്ക് എന്നുള്ള രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പറയുന്നത്. രണ്ടും ഇൻഫിനിറ്റിയിലേക്കാണെങ്കിൽ അതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള സീക്വൻസ് വെച്ചിട്ടുള്ള ഡെഫിനിഷൻ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി എഫ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയണമെങ്കിൽ ഫോർ എവറി സീക്വൻസ് എക്സ് എൻ സച്ച് ദാറ്റ് ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു എക്സ് എൻ ഈക്വൽ ടു ഇൻഫിനിറ്റി ലിമിറ്റ് എഫ് ഓഫ് എക്സ് എൻ ഇസ് ഓൾസോ ഈക്വൽ ടു ഇൻഫിനിറ്റി. എക്സ് എൻ എന്നുള്ള സീക്വൻസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന ഏത് സീക്വൻസ് എക്സ് എൻ എടുത്താലും, എക്കകത്തുള്ള ഏത് സീക്വൻസ് എക്സ് എൻ എടുത്താലും കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് എന്നുള്ള സീക്വൻസ് എടുക്കുമ്പോൾ അതും ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത് എങ്കിൽ ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓൾസോ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി ലിമിറ്റിന്റെ കേസിൽ നമ്മൾ അവസാനം ഒരു തിയറം കണ്ടിരുന്നു അല്ലെ. എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിന്റെ വാല്യൂ എൽ ആണ് എങ്കിൽ എൽ ഗ്രേറ്റർ ദാൻ സീറോയും ലെസ് ദാൻ സീറോയും ഒക്കെ ആവുന്നതിനനുസരിച്ച് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും തമ്മിലുള്ള കണക്ഷൻ എന്താണ് എന്ന് നമ്മൾ കണ്ടിരുന്നു. അപ്പൊ ഇവിടെ അതേ സെയിം സംഭവം തന്നെ ഇൻഫിനിറ്റിയിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എൽ ആണ്. അങ്ങനെയാണെങ്കിൽ എൽ പോസിറ്റീവ് ആണ് എങ്കിൽ എഫിന്റെ ലിമിറ്റ് ഇൻഫിനിറ്റി ആവണമെങ്കിൽ ജിയുടെ ലിമിറ്റും ഇൻഫിനിറ്റി ആവണം. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ് കേട്ടോ. എഫ് ഇൻഫിനിറ്റി ആണെങ്കിൽ ജി ഇൻഫിനിറ്റി ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ജി ഇൻഫിനിറ്റി ആണെങ്കിൽ അതിൽ നിന്ന് എഫും ഇൻഫിനിറ്റി ആണെന്ന് കൺക്ലൂഡ് ചെയ്യാം, പ്രൊവൈഡഡ് എൽ ഗ്രേറ്റർ ദാൻ സീറോ. ഇനി എൽ ലെസ് ദാൻ സീറോ ആണെങ്കിലോ എഫ് എവിടേക്ക് പോകണോ അതിന് നേരെ ഓപ്പോസിറ്റിലേക്കായിരിക്കും ജി പോകുന്നത്. അപ്പൊ എഫ് മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ ജി പ്ലസ് ഇൻഫിനിറ്റി ആയിരിക്കും. ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് തിരിച്ചു എഴുതാം കേട്ടോ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി എഫ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് തിരിച്ചും അത് എഴുതാൻ വാലിഡ് ആണ്. ഓക്കെ, അപ്പൊ ആ എല്ലിന്റെ ലിമിറ്റിംഗ് വാല്യൂവിനനുസരിച്ച് നമുക്ക് എഫോ ജിയോ ഏതെങ്കിലും ഒരെണ്ണം അറിയാമെങ്കിൽ മറ്റേതിന്റെ ലിമിറ്റ് പറയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ പ്രൂഫ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിന്റെ ലിമിറ്റ് എൽ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ അവിടെ മുമ്പ് ചെയ്തിരുന്ന പോലെ തന്നെ എപ്സിലോൺ ഈക്വൽ ടു എൽ ബൈ ടു എന്നുള്ള വാല്യൂ ചൂസ് ചെയ്യുന്നു. എപ്സിലോൺ ഈക്വൽ ടു എൽ ബൈ ടു എന്ന് ചൂസ് ചെയ്താൽ എൽ മൈനസ് എൽ ബൈ ടു എൽ പ്ലസ് എൽ ബൈ ടു എന്നാണ് രണ്ട് സൈഡിലും വരിക അല്ലെ. അപ്പൊ എൽ മൈനസ് എൽ ബൈ ടു എന്ന് പറയുന്നതാണ് എൽ ബൈ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ലെസ് ദാൻ എൽ പ്ലസ് എൽ ബൈ ടു എന്ന് പറയുന്നതാണ് നമുക്ക് 3L ബൈ ടു എന്ന് അവിടെ വന്നിരുന്നത്. സെയിം തന്നെ അതാണ് നമുക്ക് ഇവിടെ വീണ്ടും വരുന്നത്. ഇനി അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ത്രൂ ഔട്ട് ജി ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എൽ ബൈ ടു ഇൻറ്റു ജി ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 3L ബൈ ടു ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും അല്ലെ. അപ്പോ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത തിയറത്തിൽ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എങ്കിൽ ജി ഓഫ് എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്നല്ലേ. അപ്പൊ അത് വെച്ച് എഫ് ഇൻഫിനിറ്റി പോയാൽ ജി ഇൻഫിനിറ്റി പോണം. അതുപോലെ തന്നെ ജി ഓഫ് എക്സ് ഇവിടെ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ജി ഇൻഫിനിറ്റിയിലേക്ക് പോകണമെങ്കിൽ എഫ് ഇൻഫിനിറ്റിയിലേക്ക് പോകണം എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ജി ഇൻഫിനിറ്റി ആണെങ്കിൽ എഫും ഇൻഫിനിറ്റി ആണ്. അങ്ങനെ ആ തൊട്ട് മുമ്പത്തെ തിയറം അപ്ലൈ ചെയ്തിട്ട് ഇത് നമുക്ക് അവിടെ പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് യൂസ് ചെയ്ത് ഉള്ള ഒരു പ്രോബ്ലത്തോടു കൂടി ഈ മോഡ്യൂൾ കംപ്ലീറ്റ് ആവും. നമ്മൾ അവിടെ പ്രൂവ് ചെയ്യുന്ന ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു എൻ ഇസ്
ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നുള്ളതാണ് ഇനി നമ്മുടെ പ്രോബ്ലം വരുന്നത്. അത് പ്രൂവ് ചെയ്യാനായിട്ട് g of x ഈക്വൽ ടു എക്സ് റേസ് ടു n എന്ന് എടുക്കുക. ആൽഫ ഒരു ആർബിട്രറി റിയൽ നമ്പർ എലമെന്റ് ഓഫ് r തന്നാൽ ഐ എം ചൂസിങ് k ആസ് സുപ്രീമം ഓഫ് 1 ആൻഡ് ആൽഫ. ആൽഫ വലിയ റിയൽ നമ്പർ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ റാൻഡം ആയിട്ട് ഏത് വേണേ തന്നോളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെറുതും തരാം അല്ലെ. അപ്പൊ അതുകൊണ്ട് 1ഉം ആൽഫയും എടുത്തിട്ട് അതിൽ വലുത് ഏതാണോ അതിനെയാണ് ഞാൻ k എന്ന് വിളിക്കുന്നത്. സോ ഫോർ എവറി എക്സ് ഗ്രേറ്റർ ദാൻ k, g of x എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് റേസ് ടു n ആണ്. കെയിനേക്കാൾ വലുതാണ് എക്സ് അല്ലെ. k എന്ന് പറയുന്ന 1ന്റെ ആൽഫയുടെ സുപ്രീമമാണ്. അപ്പൊ അതുകൊണ്ട് അത് എന്തായാലും 1നേക്കാൾ വലുതാണ്. അപ്പൊ എക്സ് 1നേക്കാൾ വലുതാണെങ്കിൽ എക്സ് റേസ് ടു n എക്സിനേക്കാൾ വലുതാണ്. എക്സ് ഇൻ ടേൺ ആൽഫയേക്കാൾ വലുതാണ്. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ എടുത്താൽ എക്സ് റേസ് ടു എന്നും ഗ്രേറ്റർ ദാൻ ആൽഫയാണ്. എക്സ് ഗ്രേറ്റർ ദാൻ കെ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഗ്രേറ്റർ ദാൻ ആൽഫയാവും അല്ലെ, സുപ്രീമം എന്നാണ് ചോയ്സ് വന്നിരിക്കുന്നത്. സോ ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ കെ, g of x is greater than alpha, which means x raised to n tends to infinity. Okay. So അങ്ങനെയാണ് നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു n ഇൻഫിനിറ്റി ആണ് എന്ന് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു മൈനസ് ഇൻഫിനിറ്റി എക്സ് റേസ് ടു എന്നോ, അത് n ഈവൺ ആണെങ്കിൽ ഇൻഫിനിറ്റി ആണ്, n ഓഡ് ആണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ആണ്. എക്സ് നെഗറ്റീവ് ആകുമ്പോ ഓഡ് പവേഴ്സ് ഒക്കെ നെഗറ്റീവും ഈവൺ പവേഴ്സ് ഒക്കെ പോസിറ്റീവും ആയിരിക്കും അല്ലെ. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഓഡ് പവേഴ്സ് മൈനസ് ഇൻഫിനിറ്റിയിലേക്കും ഈവൺ പവേഴ്സ് ഇൻഫിനിറ്റിയിലേക്കും കൺവേർട്ട് ചെയ്യുന്നത്. അതിന് ആദ്യം ഓഡ് പവർ ആണെന്ന് വിചാരിക്കാം. ഓഡ് പവർ ആണെന്ന് പറഞ്ഞാൽ എനിക്ക് എന്നിനെ ഒരു 2k + 1 എന്ന് എഴുതാം അല്ലെ. അപ്പൊ എക്സ് റേസ് ടു n എന്ന് പറയുന്നത് എന്താവും? എക്സ് റേസ് ടു 2k + 1 ആവും. അതിൽ എക്സ് റേസ് ടു 2k എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. എക്സ് റേസ് ടു എന്നിലെ 2k എന്നുള്ളത് പോസിറ്റീവ് ആണ് അല്ലെ. എക്സ് റേസ് ടു 2k എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ റേസ് ടു k ആണ്. എക്സ് സ്ക്വയർ പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ഈ കേസിലേക്ക് തന്നെ എത്തി. പോസിറ്റീവ് നമ്പറിന്റെ പവർ kth പവർ എന്ന് പറയുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഇതിന്റെ കൂടെ ഞാൻ എന്താ മൾട്ടിപ്ലൈ ചെയ്യണേ? ഒരു എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം, എന്നാലേ എനിക്ക് എക്സ് റേസ് ടു 2k + 1 കിട്ടുള്ളൂ അല്ലെ. അപ്പൊ എക്സ് റേസ് ടു 2k 1നേക്കാളും ഒക്കെ വലുതായിട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ ഇൻറ്റു എക്സ് ചെയ്യുന്നത്. ഇൻറ്റു എക്സ് ചെയ്യുമ്പോൾ നെഗറ്റീവ് നമ്പർ ആണ്, ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്യും. റിവേഴ്സ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 2k + 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 × x is x എന്നാണ് വരുന്നത്. അപ്പൊ എക്സ് ലെസ് ദാൻ ആൽഫ ചൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ് റേസ് ടു 2k + 1 ലെസ് ദാൻ ആൽഫയാണ് എന്ന് എനിക്ക് കിട്ടും. ഓക്കെ. അപ്പൊ ഓഡ് പവർ ആണെങ്കിൽ ഇത് മൈനസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. ഈവൺ പവർ ആണെങ്കിലോ ഈ സ്റ്റേജിൽ നമ്മൾ നിന്നു അല്ലെ. ഈവൺ പവർ ആണെങ്കിൽ എക്സ് റേസ് ടു 2k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ള സ്റ്റേജിൽ നമ്മൾ നിന്നു. സോ അവിടെ നമുക്ക് ഇൻഫിനിറ്റിയിലേക്കാണ് അത് കൺവേർജ് ചെയ്യുന്നത് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോ ഓഡ് പവർ ആണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി, ഈവൺ പവർ ആണെങ്കിൽ പ്ലസ് ഇൻഫിനിറ്റി. ഇനി പോളിനോമിയൽ ഫംഗ്ഷൻസിന്റെ കേസിൽ എന്ത് സംഭവിക്കുന്നു? ഞാനൊരു പോളിനോമിയൽ എടുക്കുകയാണ്, nth ഡിഗ്രി പോളിനോമിയൽ എടുക്കുകയാണെങ്കിൽ an പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നനുസരിച്ച് ആ പോളിനോമിയൽ ഇൻഫിനിറ്റിയിലേക്കോ മൈനസ് ഇൻഫിനിറ്റിയിലേക്കോ പോകും. an പോസിറ്റീവ് ആണെങ്കിൽ ഇൻഫിനിറ്റിയിലേക്ക്, an നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റിയിലേക്ക്. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ റേഷ്യോ ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഞാൻ ഇക്വേഷനെ ത്രൂ ഔട്ട് എക്സ് റേസ് ടു n കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ആ g of x എന്ന് പറയുന്നത് എക്സ് റേസ് ടു n ആണ്. അപ്പൊ p of x by g of x എന്ത് വരും? ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ വരും അല്ലെ. ഇതില് ആസ് x tends to ഇൻഫിനിറ്റി 1/x tends to 0 ആണ്. 1/x 1/x² അതൊക്കെ tends to 0 ആണ്. അപ്പൊ ഈ ടേംസ് ഒക്കെ 0 ആയിട്ട് പോകും. ഈ ടേംസ് ഒക്കെ 0 ആയിട്ട് പോകും. അപ്പൊ പിന്നെ ഏതാ ബാക്കി ഉണ്ടാവുക? a raised to n മാത്രമാണ് ബാക്കി ഉണ്ടാവുക അല്ലെ. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി p of x by g of x an ആണ്. അപ്പൊ നമ്മുടെ ആ ലിമിറ്റ് L ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇൻഫിനിറ്റി, L ലെസ് ദാൻ 0 ആണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പോ ഇവിടെ an-ന്റെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നനുസരിച്ച് g of x ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. p of x by g of x ന്റെ വാല്യൂ g of x-ന്റെ സെയിം ബിഹേവിയറോ ഓപ്പോസിറ്റ് ബിഹേവിയറോ എടുക്കും അല്ലെ. an പോസിറ്റീവ് ആണെങ്കിൽ p-യും g-നെ പോലെ തന്നെ ഇൻഫിനിറ്റിയിലേക്ക് പോകും. an നെഗറ്റീവ് ആണെങ്കിൽ p g-യുടെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ g ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ p മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് മോഡ്യൂളിൽ ഉള്ളത്. മോഡ്യൂൾ 4 ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഞാൻ ഇന്നത്തെ ക്ലാസ്
ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. താങ്ക് യു.